ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എണ്ണയൊന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പഴുത്തിട്ടുള്ള ചെറുപഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. 2 കോഴിമുട്ടയ്ക്ക് 2 പഴം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടയുടെ അളവും പഴത്തിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഫില്ലിങ് നമ്മൾ മധുരമുള്ള ഫില്ലിങ് വെച്ചിട്ടാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഒരു 3 ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ഗ്ലാസ് പാലാണ് ചേർത്തിട്ടുള്ളത്. പാലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ഗ്ലാസ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് റവ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൈദ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാന് ചൂടാക്കിയിട്ട് സാധാരണ നമ്മൾ പാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നെയ്യോ എണ്ണയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കിതിന് കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്തൊന്ന് തിരിച്ചിട്ടിട്ട് എല്ലാ മാവും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സാധാരണ ബനാന പാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുക്കുക. ചെറുതോ വലുതോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആക്കിയെടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു പാകത്തിനാണ് ചുട്ടെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമല്ല ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സേമിയ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. സേമിയ വേവിക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സേമിയയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിന് പാകമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതിലും ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കിയെടുത്ത സമയത്ത് ഏലക്ക ചേർത്ത കാരണം തന്നെ ഈ ഒരു ഫില്ലിങ്ങിൽ ഏലക്കാപ്പൊടി ചേർക്കണില്ല. രണ്ടും കൂടെ ഒരുപാട് ഫ്ലേവർ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ഓരോ പാൻ കേക്ക് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു തേങ്ങ സേമിയ ഫില്ലിങ് വെച്ചിട്ട് ഇതൊന്ന് മടക്കിയിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പോലെ ഒന്ന് അമർത്തിയെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ അത് ഒട്ടിക്കോളും. ഇനി നമ്മളിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.